ശശി തരൂർ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂടി തരൂർ വിഷയത്തിൽ കടുത്ത നിലപാടാണ് സോണിയാഗാന്ധി എടുത്തത്. അടിയന്തരമായി ചേരേണ്ടുന്ന പാർലമെന്ററി കാര്യ യോഗത്തിൽ നിന്നും പുറത്തേക്കെറിഞ്ഞുകൊണ്ടാണ് തരൂരിന് സോണിയ മറുപടി നൽകിയത്. തരൂരിനെ പുറത്തു നിർത്തിയാൽ മതി എന്ന കടുത്ത തീരുമാനം രാഹുലിനെയും ഖാർഗെയും സോണിയ അറിയിച്ചത് 10 ജൻപത് വസതിയിൽ നിന്നുകൊണ്ട് സോണിയ തന്നെയാണ്. ഇപ്പോഴും വിദേശ പര്യടനത്തിൽ തുടരുന്ന തരൂർ പക്ഷേ ഇത്തവണ ഞെട്ടിക്കുന്നത് കോൺഗ്രസിന്റെ കളത്തിനപ്പുറത്തുള്ള എന്നാൽ UDFന്റെ ഭാഗമായി നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടിയെയാണ്. ലീഗ് കോൺഗ്രസിനകത്തെ നിർണായക ശക്തിയാണ് എക്കാലത്തും. ഇത്തവണ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ലീഗ് വഹിച്ച റോൾ പലപ്പോഴും കോൺഗ്രസിനേക്കാൾ മുകളിലാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് തരൂർ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ ലീഗ് നേതാക്കളെയൊക്കെ ഞെട്ടിച്ചിരിക്കുന്നത്. ചരിത്രത്തിലെ താളുകൾ ചീന്തി എടുത്തുകൊണ്ടാണ് തരൂർ ലീഗുമായി ഇടപെടുന്നത്. ശ്രീകൃഷ്ണ ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചത് CH മുഹമ്മദ് കോയ പുലർത്തിയ ഉഭയകക്ഷിത്വത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ദൃഷ്ടാന്തമാണെന്ന് കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ പറയുന്നു. ആകെ വിരലിലെണ്ണാവുന്ന ദിവസം മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രിയായ CH മുഹമ്മദ് കോയയെ ഇപ്പോൾ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് എടുത്തിടുന്നത് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണത്തോടെയാണ്. കൂടാതെ സംസ്ഥാനത്തെ ഹിന്ദു ജനസാമാന്യത്തിനിടയിൽ ആഴത്തിൽ പ്രതിധ്വനിച്ച തീരുമാനമായിരുന്നു CHന്റേതെന്നും ശശി തരൂർ വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന CH മുഹമ്മദ് കോയയുടെ ജന്മവാർഷിക ദിനത്തിൽ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിലായിരുന്നു ശശി തരൂരിന്റെ ഈ തുറന്നു പറച്ചിൽ. സാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിലാണ് CH മുഹമ്മദ് കോയയുടെ രാഷ്ട്രതന്ത്രജ്ഞത ഏറ്റവും നന്നായി തിളങ്ങിയത്. ഒരു പ്രമുഖ മുസ്ലിം നേതാവ് എന്ന നിലയിൽ സമുദായങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും പരസ്പര ധാരണയും വളർത്തുന്നതിന് അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചു. ഇതുകൂടി തരൂർ ഇവിടെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. മാതൃകാപരമായ പൊതുസമ്മതിയുടെ ശൈലി സ്വീകരിച്ചും മുന്നണിയിലെ ഘടകകക്ഷികളുടെ വിഭിന്നങ്ങളായ താല്പര്യങ്ങളെ സമന്വയിപ്പിച്ചും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പൊതു കാഴ്ചപ്പാട് സ്വീകരിച്ചും മുന്നോട്ടു പോയി എന്നതായിരുന്നു ഹ്രസ്വമെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത. CH മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ ശൈലി സഹവർത്തിത്വത്തിന്റെയും അഭിപ്രായ ഐക്യത്തിന്റേതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭിന്നതകൾക്കുപരിയായി പരസ്പര ബഹുമാനവും പരസ്പര സംഭാഷണങ്ങളും നിലനിൽക്കുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജനസംഘം നേതാവായിരുന്ന KG മാരാർ അദ്ദേഹത്തെ CHM കോയ, C എന്നത് ക്രിസ്ത്യനും H എന്നത് ഹിന്ദുവും M എന്നത് മുസ്ലിമും എന്ന് വിശേഷിപ്പിച്ചത്. വിഭാഗീയമായ വാഗ്ധോരണികളുടെയും സ്വത്വ രാഷ്ട്രീയത്തിന്റെയും ഈ കാലത്ത് കോയ സാഹിബിന്റെ പൈതൃകം നമുക്ക് നൽകുന്നത് അനിവാര്യമായ മറ്റൊരാഖ്യാനമാണ്. വിവിധ സമുദായങ്ങളുടെ താല്പര്യങ്ങളോടൊപ്പം സംസ്ഥാനത്തിന്റെ വിശാല താല്പര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി പ്രായോഗികവും ആഴമുള്ളതുമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്ന് CH തെളിയിച്ചു. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിക്കുന്നതിലും ശാക്തീകരിക്കുന്നതിലും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം നേതൃത്വം കൊടുത്ത സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രസ്ഥാനം സാമുദായികമാണെങ്കിലും വർഗീയമായിരുന്നില്ല. സംസ്ഥാനത്തിന്റെ ആകെയും അതിലെ വിവിധ ജനവിഭാഗങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക താല്പര്യങ്ങളുടെ വിശാല ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ശാക്തീകരണമെന്ന ലീഗിന്റെ പ്രത്യയശാസ്ത്രം തേച്ചു മിനുക്കിയെടുക്കാൻ CHന്റെ നേതൃത്വത്തിന് സാധിച്ചുവെന്നും ശശി തരൂർ അഭിപ്രായപ്പെടുന്നു. ഒരാളുടെ സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്കായി പൊതു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ ആകെ താല്പര്യങ്ങൾ വേണ്ടി വീറോടെ പൊരുതാൻ കഴിയുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. കേരളം സാമ്പത്തികം, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹികം തുടങ്ങിയ മേഖലകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഭരണനിർവഹണ സമീപനം മികച്ച മാതൃക വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുകൂടി തരൂർ അടിവരയിടുമ്പോൾ തീർച്ചയായും ഇത്തരമൊരവസരത്തിൽ മുസ്ലിം ലീഗിന് തരൂരിന്റെ ഈ പറച്ചിൽ ഒരു ഞെട്ടലാണ്.